ഷേർഷാ എന്താ സംശയമുണ്ടോ? ഷേർഷാ ആരാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ തലയോട്ടികളോട് ചോദിച്ചാൽ മതി, അവ പറഞ്ഞു തരും. അതിന് തലയോട് സംസാരിക്കില്ലല്ലോ ഷേർഷാ. തലയോട്ടികൾ സംസാരിക്കാറില്ല, അതുകൊണ്ടാണ് ഷേർഷാ സംസാരിക്കുന്നത്. ഇതാരുടെ തലയോട്ടിയാണെന്ന് അറിയാമോ? ഇല്ല. നിങ്ങൾക്കെന്നല്ല, ലോകത്താർക്കും അറിയില്ല. ഒരുപാട് ബ്രെയിനുകൾ ഉപയോഗിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ജപ്പാനിലെ കുപ്രസിദ്ധ അധോലോക ചക്രവർത്തിയായ മിത്സുയ ടഹാഷി. ഇതയാളുടെ 40ാമത്തെ വയസ്സിലുള്ള തലയോട്ടി. ഇതയാളുടെ 10ാമത്തെ വയസ്സിലുള്ള തലയോട്ടി. വന്ന കാര്യം പെട്ടെന്ന് പറഞ്ഞു തീർക്കണം. എനിക്കിന്ന് 3 കൊലപാതകങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. 4, 5. അതെ, 6. എന്റെ ഭാര്യയ്ക്ക് ഒരു സംശയം. എന്താ, നിങ്ങൾ അവളുടെ ഭർത്താവല്ലെന്നാണോ? അതല്ല. അതിൽ കൊണ്ടുപോകരുത്. എന്താ? വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ അവളെ കെട്ടി തൂക്കിയത്. അത് എന്താന്ന് വെച്ചാൽ എന്റെ ഭാര്യയോട് എനിക്ക് സ്നേഹമുണ്ടോ എന്നുള്ളതാണ് അവളുടെ സംശയം. അപ്പോ ഞാൻ അവളെ കൊന്നു തരണോ? അല്ലേ? അയ്യോ, കൊല്ലൊന്നും വേണ്ട. പിന്നെ എന്റെ ഭാര്യയോട് എനിക്കുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെറിയൊരു മാർഗം. ഒരു കാര്യം ചെയ്യാം. തന്റെ ഭാര്യയോടൊപ്പം ഞാൻ കുറച്ചു ദിവസം താമസിച്ച് നിങ്ങളുടെ സ്നേഹത്തെ കുറിച്ച് ഞാൻ അവൾക്ക് ഒരു സ്റ്റഡി ക്ലാസ് കൊടുക്കാം. അതൊന്നും വേണ്ട, വഴി ഞാൻ പറഞ്ഞുതരാം. വഴി നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ പറയുന്ന കേൾക്ക്. ഗർഭിണിയായ എന്റെ ഭാര്യയും ഞാനും കൂടി നാളെ അമ്പലത്തിൽ പോകുന്നു. ഗർഭിണിയായ ഭാര്യയും കൊണ്ട് അമ്പലത്തിലേക്കല്ല, ഹോസ്പിറ്റലിലേക്കാണ് പോകേണ്ടത്. എന്റെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കേ. ഞാനും ഭാര്യയും കൂടി നടന്നു വരുമ്പോൾ ഇക്കവളെ ഉപദ്രവിക്കുന്ന പോലെ അഭിനയിക്കണം, കയറി പിടിക്കണം. ഇത്ര ചെറിയ കാര്യങ്ങൾക്കൊന്നും ഷേർഷ പോകാറില്ല. ഒരു കാര്യം ചെയ്യാം, എന്റെ ശിഷ്യൻ ബൂർഷായി വിടാം. അയ്യോ, അതൊന്നും പറഞ്ഞാൽ പറ്റൂല. ഈ പണിക്ക് വേറെ ആരെ നോക്കിട്ട് കിട്ടിയില്ലേക്കാം. എന്റെ ലൈഫിന്റെ പ്രശ്നം നാളെ വരണം. ശരി, അത്ര നിർബന്ധമാണെങ്കിൽ നാളെ നിങ്ങൾ പറഞ്ഞ റോഡിൽ ഈ മഞ്ഞ ഹെൽമെറ്റും ധരിച്ച് ഞാൻ അവിടെ ഉണ്ടാകും. ശരി, നിൽക്കൂ. ഷേർഷയ്ക്ക് ജാതിയില്ല, മതമില്ല, പക്ഷേ മുസ്ലിമാണ്. പൊക്കോളൂ. എന്മേലെ കോമാ മറന്നിടാ. എനിക്ക് നീ മാത്രേ ഉള്ളൂ. ருக்கு, നാളെ കാലയിல கோவில போனோம். ஒரு சத்ரு சம்ஹார புஷ்பாஞ்சலி பண்ணோம். நான் வரல, நீங்க போங்க. சரி, பரவாயில்ல, நீ வரலன்னா நான் போலாம். மைண்ட் ஒன்னும் சரியல்ல, உடம்புக்கல்ல ஒரே வலி. ஒரு பிரச்சனை என்ன தெரியாது. என்னன்னு தெரியாது. நெஞ்சு வலிக்குதா? ஆமா. சரி சரி, தூங்கிக்கோங்க. நாளைக்கு கோயிலுக்கு போலாம். தூங்கிக்கோங்க, தூங்குங்க. ஐயோ, இது என்னாச்சுன்னா? என்ன இப்ப நம்ம கோயில இருந்து வேற எங்கேயாச்சும் போறோமா? இல்ல, எங்க இல்ல அண்ணா. இன்னைக்கு எனக்கு மல்லி மாலை, பிச்சி மாலை, கரம்பம் எல்லாம் வாங்கணும். அவ்வளவுதானே. எதுக்கு இருக்கு? இப்ப തന്നെ നമുക്ക് എത്രയോ ബിസിനസ് ഉണ്ട്. அதுக்கு மேல எதுக்கு இந்த பூ பிசினஸ்? ஐயோ, அதுக்கு இல்லன்னா வட்டா கோயிலில பூஜை பண்றதுக்கு. என்ன ஐயப்பன் கோயில் போற வழி இதானா? ആ വഴി പോയാൽ നടക്കില്ല. ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. என்ன? അല്ല, அந்த வழி அரேஞ்ச்மெண்ட்ஸ் எல்லாம் ரொம்ப மோசம். உள்ள நம்ம சின்ன கண்ணன் இருக்கு இல்லையா, அப்ப கெட்டர்ல இப்படி இப்படி போச்சுன்னா பிரச்சனை ஆயிடும். அதான் அப்படிதானே. என்ன, எனக்கு இன்னைக்கு உங்க கையால ஏதாவது வாங்கி கொடுங்க. எல்லாம் வாங்கி தரேன். சீக்கிரம் தடு. அந்த சாரி வாங்கி தரேன். பிடிச்சு பிடிச்சு இதாளு. இவ்வளவு വലിയ கடை? ஆமாமா, വലിയ கடை. நைட்டி இருக்கு, சாரி இருக்கு. என்ன வேணும்? அந்த சாரியா? பிடிக்கலாம் இல்ல. அப்படியே நைட்டிக்கு அப்புறமா அந்த வயலட் வேணுமா? வயலட் சாரியா? யாருடா என் பொண்டாட்டி மேல கை வச்சது? டேய், பொண்டாட்டி மேல கை வைக்கிறதா? யாரும் தெரியுமா? எப்படி இருக்கு பாரு. ஆசானே, டேய், அடி அடி. நிறுத்து நிறுத்து நிறுத்து. എന്നെ കൂടാതെ ഹെൽമെറ്റ് ധരിച്ച വേറൊരുത്തരും ഇനി ഒരു അവസരം വരട്ടെ. തൽക്കാലം നമ്മൾ രക്ഷപ്പെട്ടു അല്ലേ ആശാനെ? ഷേർഷയ്ക്ക് ജാതിയില്ല, മതമില്ല, പക്ഷെ ക്രിസ്ത്യാനിയാണ്. അയ്യോ, എന്താ? അയ്യോ, അടിക്കാതിരിക്കാൻ.
വൈഫാണ് എന്റെ മാനകളെ. ഫ്രണ്ട് എന്നെ കണ്ട പിന്നെ നിലത്ത് നിർത്തൂല്ല. ഭയങ്കര തമാശക്കാരൻ ഇടിച്ചാണ്. നിങ്ങൾ കാണിച്ച ഒരുമാതിരി പോക്കൃതരായി. അല്ല അത് ഞാൻ താനൊന്നും മിണ്ടണ്ട. താനാണെന്ന് വിചാരിച്ചു ഞാൻ ഒരുത്തനെ കയറി തല്ലുകയും ചെയ്ത് അവന്റെ രണ്ട് കിട്ടുകയും ചെയ്ത് എന്നെ നടുവും പോയി. ആരാത്? ഓ ഇനി അതറിഞ്ഞിട്ടണം അവനെ ചെന്ന് കണ്ട് അവന്റെ രണ്ടും കൂടി തനിക്ക് കിട്ടാൻ. തനിക്കൊന്നും പറഞ്ഞ പണിയല്ല മിച്ചറത്. അയാളുടെ ഒരു മഞ്ഞ ഹെൽമെറ്റ്. ഒരവസരം കൂടി പറഞ്ഞു. ഷേർഷയ്ക്ക് പറ്റിയ ജീവിതത്തിലെ ആദ്യത്തെ അബദ്ധമാണിത്. അപ്പൊ അന്ന് മംഗലാപുരത്ത് പറ്റിയതോ? അത് കൂട്ടണ്ട. ഇതിന് ഞാൻ പകരം വീട്ടും. എന്നോടോ? ഇല്ല, ഇന്നല്ലെങ്കിൽ നാളെ ഷേർഷയ്ക്ക് ജാതിയില്ല, മതമില്ല. ഇപ്പൊ മാനോ ഇല്ല. കറക്റ്റ്. அத்துக்காரையில ரஜினிகாந்த் மாதிரி நல்லா ஃபைட் பண்ணுவாரேனு. ஆமா. அப்புறம் இന്നലെ நான் என் வீட்டுக்காரன் கூடி போகும்போது ஒரு ஸ்கூட்டர்காரன் வந்து அப்படியே இடிச்சிட்டான். சர்ப்ரைஸ் வேணும். ஆத்துக்காரையில நல்லா அடி கொடுத்தாச்சு. அப்பா என்ன ஃபைட். ஆனா ரஜினி படத்துல ரஜினி ஒரு அடி கூட கொல்ல மாட்டான். ஆனா என் அண்ணன் கிளைமேக்ஸ்ல எல்லாம் அடி வாங்கிட்டான். அதுதான் குழம்பு கையில எல்லாம் தேய்ச்சு அவர் இப்ப பெட் ரெஸ்ட்ல தான் இருக்கார். பாவி எங்க அண்ணா. நாளையில இருந்து புது வருஷம் தானே, வேற புது வருஷத்துல இருந்து அவருக்கு நல்லது வரணும்ன்றதுக்காக நான் கூட்டு பாயசம் நேர்ந்திருக்கேன். இது வாங்கத்தான் நான் போறேன். நான் வரட்டுமா? முருகா அல்லவா என்னது காப்பாத்துப்பா. வரேன். ഇന്ന് ചിങ്ങ ഒന്നായിട്ട് നിന്റെ ഈ മുഖമാണ് കണി. രേണു, ഇന്ന് എന്ത് സംഭവിച്ചാലും അതുപോലെ തന്നെ ഈ വർഷം മുഴുവൻ സംഭവിക്കുന്ന പ്രമാണം. അതുകൊണ്ട് അരുതാത്തൊന്നും സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കേ. അയ്യോ റോഡ വല്ലതും പറ്റിയോ? വല്ലവനുമല്ല, എന്റെ നെറ്റിക്കാ പറ്റിയത്. മുറിഞ്ഞ ബെസ്റ്റ് കണി. സാർ പാൽ. ഓ ആ മുടിഞ്ഞ പാൽക്കാരനാ. ഒന്നാം തീയതിയായിട്ട് ആ ശകനം കെട്ടവൻ വീട്ടിനകത്ത് കാലെടുത്ത് വച്ചാലേ മുടിഞ്ഞ്. വേണ്ട വേണ്ട, ഇനി അകത്തോട്ട് വരണ്ട. പാല് പുറത്ത് വെച്ചിരുന്നാ മതി. എന്താ പോട്ടെ ഇങ്ങനെയൊക്കെ? എങ്ങനെയൊക്കെ? നീ ഒരു അക്ഷരം മിണ്ടണ്ട. കഴിഞ്ഞ വർഷം ഒന്നാം തീയതിയിലെ ഗുണവിശേഷങ്ങളൊക്കെ അറിയാലോ. ആ വർഷം മുഴുവൻ അനുഭവിച്ച ഞാനാ. ഏകാന്തതയുടെ അപാരതീരോ. പാട്ട് പാടിയിട്ട് എന്നെ പേടിയാവും. എന്ത് കോലം കണ്ടില്ലേ? കോലോ? ഇതെന്ത് കോലം? പേക്കോലം. ഞാൻ പറഞ്ഞത് ഈ കോലത്തിന്റെ കാര്യോ. അല്ല രാവിലെ എങ്ങോട്ടാ? എന്റെ സാറ് ഇന്ന് 1-ാം തീയതിയല്ലേ ഐശ്വര്യമായിട്ട് തണ്ടാ വന്നതാ. അത് കണ്ടപ്പോ മനസ്സിലായി. എന്തിനെങ്ങനെ ചോദിക്കണ സാറേ? ഉള്ളതങ്ങ് തന്നാ പോരെ. ഇവിടെ ഒന്നുമില്ല. എന്റെ സേട്ടാ പിച്ചത്തരം പറയരുത്. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഏത് നേരത്തെ ആരോന്ന് ചോദിച്ചാലും അല്പം പച്ചവെള്ളമെങ്കിലും കൊടുക്കും. ഒന്ന് പോടോടുന്നു പോകാ പറയാ. താനാരാ? ഇവിടുത്തെ മുതലാളിയോ? എടോ വേലക്കാരുടെ സ്ഥാനത്ത് നിൽക്കണം. ചെന്ന് മുതലാളി വിളിക്കണ്ട. ചെല്ലി അല്ല പൊടി. ஐயோ கிருஷ்ணா, வருவாருப்பா சாமி. ஐயோ சாமி, உள்ள வாங்க சாமி. சாமி உள்ள வாங்க. എരുമയാണവൾ. എരുമയാണോളന്നോ? ഇത് ഞാൻ പൊണ്ടാട്ടിടാ. சாமி வாங்க. ருக்கு, என்ன இது? இவன் பிச்சைக்காரன்டி. ஐயோ ஐயோ, அப்படியே சொல்லாதீங்க. சத்து வாங்களே. என்ன விஷயம்? ஒரு நிமிஷம். It's all right. ஐயோ, உங்களுக்கு இதானது தெரியாதண்ணா? ஒரு பெரிய காஸ்காரன் வீட்டுல கடவுள் வேஷம் மாதிரி பிச்சைக்காரன் மாதிரி வந்து தர்மம் கேட்டான். அந்த இந்த காஸ்காரன் கடவுளுக்கு ஒண்ணுமே கொடுக்கலன்னா ஒண்ணு சாமி அப்படியே போய் அடுத்து பாகப்பட்ட வீட்டுல போய் தர்மம் கேட்டான். அந்த ஆள் உட்கார வச்சு சாப்பாடு அத்தை இது எல்லாத்தையும் கொடுத்துட்டான். சாமி அப்படியே சந்தோஷப்பட்டு அஷ்ட ஐஸ்வர்யங்களே அந்த ஆளுக்கு அடி வாடி வழங்கினான்னா. அந்த மாதிரி இந்த பிச்சைக்காரனும் கடவுள் தானா? இந்த பிச்சைக்கார மேல ரொம்ப ஸ்மெல் இருக்கு. இவன் கடவுள் அல்ல, கடவாவல். ஐயோ அப்படி இல்ல, இல்லாதீங்கண்ணா. சாமி நீங்க உள்ள வாங்க. Thanks. வாங்க, உள்ள வாங்க, உள்ள வாங்க.